ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ രസിക്കാൻ പറ്റുന്ന ഒരു പടം. വിനേഷ് വിശ്വനാഥിൻ്റെ സംവിധാനം, ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ് വിനേഷ് വിശ്വനാഥിൻ്റെ. ശ്രീരംഗ് ഷൈനാണ് ശ്രീകുട്ടനായിട്ട് അഭിനയിക്കുന്നത്. KR നാരായണൻ മെമ്മോറിയൽ UP സ്കൂളിൽ നടക്കുന്ന ഒരു ക്ലാസ് എലക്ഷൻ, ഇതാണ് മെയിൻ തീം പടത്തിൻ്റെ. വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പടമാണ്. ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു വർക്കും ആ ഡീറ്റെയിലിങ്ങും പടത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അവർ പുലർത്തിയിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ഈ കുട്ടികളല്ലാതെ ശ്രീകുട്ടനും അമ്പാടിയും മീനാക്ഷിയും തുടങ്ങി ഒരുപാട് കുട്ടികൾ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുകൂടാതെ മുതിർന്നവരായിട്ട് ടീച്ചേഴ്സായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ജോണി ആൻ്റണി, നമ്മുടെ അജു വർഗീസാണ് CP എന്നുള്ള പേര് കറക്റ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ ചക്രപാണി എന്നാണ്, എങ്കിലും CP കേരള ചരിത്രത്തിൽ തന്നെ ഭീതി തോന്നിപ്പിക്കുന്ന ഒരു പേരാണല്ലോ CP. അപ്പോൾ അതുപോലെ തന്നെ ഒരു ടെററായിട്ടുള്ള ടീച്ചറാണ് അജു വർഗീസ്. ഇതിൽ ഗംഭീരമായി അജു ചെയ്തിട്ടുണ്ട്. ഈ നേരത്തെ ജോണി ആൻ്റണിയും നമ്മുടെ അജു വർഗീസും ഒരുമിച്ചുള്ളൊരു പടമായിരുന്നു ഈയിടയ്ക്ക് ഇറങ്ങിയ സ്വർഗം. അതിലും ഞാൻ പറഞ്ഞിരുന്നു അജു വർഗീസ് നല്ല ഒരു സട്ടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും ദേഷ്യം തോന്നുന്ന ഒരു ടീച്ചറിൻ്റെ കഥാപാത്രം. കൂടാതെ ഈ ഇലക്ഷൻ കൂടാതെ സൈഡ് ട്രാക്കിൽ ഒരുപാട് കാര്യം നടക്കുന്നുണ്ട്. ചില അന്ധവിശ്വാസങ്ങൾ മറികടക്കാൻ നോക്കുന്നത്, കുട്ടികൾ തമ്മിലുള്ള കുസൃതികൾ, അവർ തമ്മിലുള്ള ചില മത്സരങ്ങൾ, എസ്പെഷ്യലി ഒരു ക്രിക്കറ്റ് മത്സരം, വളരെ രസകരമായി ഷൂട്ട് ചെയ്ത ക്രിക്കറ്റ് മത്സരമാണത്. അതുകൂടാതെ അങ്ങനെ നിരവധി സംഭവങ്ങൾ സ്കൂളിൽ നടക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ ഒരു കുട്ടിയെയും ഒരു വില്ലനായിട്ടോ ഒരു തെമ്മാടിയായിട്ടോ ഒന്നും കാണിച്ചിട്ടില്ല. പല സിനിമകളിലും കുട്ടികളുടെ ചിത്രം എന്ന് പറഞ്ഞിട്ട് പല സിനിമകളിലും അല്ലെങ്കിൽ കുട്ടികളുള്ള സിനിമകളിൽ പലപ്പോഴും ആരെങ്കിലും ഒരു കൊച്ചു തെമ്മാടിയായിട്ടോ വില്ലനായിട്ടോ കാണിക്കും. ഇതിലങ്ങനെയല്ല, എല്ലാ കുട്ടികളെയും നല്ല ഒരു ലൈറ്റിലാണ് കാണിച്ചിരിക്കുന്നത്. അത് നേർഡായിട്ടുള്ള പഠിക്കുന്ന അമ്പാടിയാണെങ്കിലും, അത് കുറച്ച് കുസൃതിയെ കാണിക്കുന്ന ശ്രീകുട്ടനാണെങ്കിലും, ശ്രീകുട്ടൻ്റെ കൂട്ടുകാരാണെങ്കിലും, ഇനി കുറച്ച് ഒരു ഭസ്മം ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കുറച്ച് 3 പേരുള്ള ഒരു ഗ്യാങ് ഉണ്ട്, ഭസ്മം ഗ്യാങ്. അപ്പം അതിൽ ഉള്ള കുട്ടികളാണെങ്കിലും അവർക്കും ആദ്യം അവരെ ഒരു ഗുണ്ട ടീം പോലെ, ഗുണ്ട ഗ്യാങ് പോലെയാണ് കാണിക്കുന്നതെങ്കിലും ആ ഗുണ്ട ഗ്യാങ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുസൃതികൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ പ്രായത്തിൽ ഒരു ഗ്യാങ് ചെയ്യാൻ സാധ്യതയുള്ള വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ഇവർ ഭയങ്കര സംഭവമായിട്ടൊന്നും ഭയങ്കര ഭീകരമായിട്ടൊന്നും അല്ല കാണിക്കുന്നത്. ഇതിൽ വേറൊരു ക്യാമിയോ ഉള്ളത്, ക്യാമിയോയേക്കാൾ വലുതാണ്, സൈജു കുറുപ്പാണ്. പല്ലുട്ടി 90s കിഡ്സിലും സൈജു കുറുപ്പ് ഉണ്ടായിരുന്നു, ഇതിലും സൈജു കുറുപ്പുണ്ട്. സൈജു വളരെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക്. ഇതിൻ്റെ മെയിൻ സമൂഹത്തിൽ ഇല്ലുമിനാറ്റി ഗ്രൂപ്പ്, ഇല്ലുമിനാറ്റി ഗ്യാങ്ങും, ഇല്ലുമിനാറ്റി ബ്രാഞ്ചസും, ഇല്ലുമിനാറ്റി ബ്രാഞ്ച് സെക്രട്ടറി, അങ്ങനെ പോകുന്ന കുറേ സംഭവങ്ങളുണ്ട്. വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിള്ളേരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് സൈജു കുറുപ്പിൻ്റെ. പക്ഷേ അതും അവർ രസകരമായിട്ടാണ് തമാശയായിട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവസാനമായപ്പം ഈ തമാശയ്ക്ക് മേളിലും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ സിനിമ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്സ് ആയാലും സ്കൂൾസ് ആയാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടാതെ ഈ അവസാനത്തെ സോങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ ഞാൻ പറഞ്ഞ നേരത്തെ ഡീറ്റെയിൽ, ഇപ്പം ഒരു സയൻസ് പ്രോജക്റ്റ് ആണെങ്കിൽ അതിൽ ഡൈനോസോർ ഡിറ്റക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവയ്ക്കുന്നു, അല്ലെങ്കിൽ MRFൻ്റെ ബാറ്റ് സ്പെഷ്യലായിട്ടൊരു ക്രിക്കറ്റ് മത്സരത്തിൽ കൊണ്ടുവരുന്നു. പക്ഷേ കൊണ്ടുവരുന്ന ആൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, വേറെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതേ കണക്ക് അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പടമാണ്. അതുപോലെ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച വേറെ കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഒരു ന്യൂസ് ചാനൽസിനെ ഇമാജിൻ ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. ശ്രീകുട്ടൻ തന്നെ ഇലക്ഷൻ ജയിച്ച പോലെയൊക്കെ ഇമാജിൻ ചെയ്യുന്ന, ഇലക്ഷൻ ജയിച്ചോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കാണും.
പക്ഷേ ഇലക്ഷൻ ജയിച്ചു എന്നുള്ള ഇമാജിനേഷനിൽ ഒരു ഇൻ്റർവ്യൂ ഒരു ന്യൂസ് ചാനലിൻ്റെ ഇമാജിൻ ചെയ്യും. ആ സമയത്ത് ന്യൂസ് ചാനൽസ് എന്ന് വെച്ചാൽ BBC, കൊച്ചു TV, ഫാഷൻ TV. BBC-യുടെയും കൊച്ചു TVയുടെയും കൂടെ ഫാഷൻ TVയും കാണിക്കുന്നുണ്ട് അതിനകത്ത്. അവരുടെ മൈക്കും കാണിക്കുന്നുണ്ട് ടീച്ചേഴ്സിനോട് ചോദിക്കുന്നതായിട്ട്. അപ്പോൾ ആ കുട്ടിയുടെ ആ സമയത്തുള്ള ആ പ്രായത്തിലുള്ള കുട്ടികളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ചാനൽസോ ആ രീതിയിലായിരിക്കും അത് കാണിക്കുന്നത്. അവർ വളരെ രസകരമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് നല്ലതാണ്. ഇതൊരു തമാശ പടമാണെങ്കിലും ഇറ്റ് ഈസ് ഫൺ ആൻഡ് ത്രില്ലിംഗ് ഇൻ ആൻ അൺഎക്സ്പെക്റ്റഡ് വേ. വളരെ ഹാർട്ട് വാമിംഗ് ആയിട്ടുള്ള പടമാണ്, വളരെ ഫീൽ ഗുഡ് പടമാണ്. അത് മാത്രമല്ല വളരെ നല്ലപോലെ ചെയ്തിട്ടുമുണ്ട് പടം. ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആയാലും സ്റ്റോറി ആയാലും സ്ക്രിപ്റ്റ് ആയാലും വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള, വളരെ ഏണസ്റ്റ് ആയിട്ടുള്ള, ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമായിട്ട് എനിക്ക് ഈ പടം തോന്നി. എ സോളിഡ് ഡെബ്യൂ ബൈ വിനേഷ്. 4 stars out of 5 for സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. Thanks for watching. Bye.